കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് നമ്മൾ കണ്ടത് മോനെ സ്വപ്നം കാണുന്നതായിട്ടായിരുന്നു. ആ സ്വപ്നത്തിൽ മറ്റൊന്നും ആയിരുന്നില്ല, ദാമി ആ ഒരു ലൈവ് സ്ട്രീമിംഗ് ചെയ്യാതിരിക്കാനായിട്ട് അവളെ തടയാനായിട്ട് കല്ലെടുത്തിട്ട് തലക്കിട്ടടിക്കുന്ന ഒരു സീനായിരുന്നു അവൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. സ്വപ്നം കണ്ട് ഞെട്ടി എണീച്ച ഹൻമോണി ഭയങ്കരമായിട്ട് കിടന്ന് ഷൗട്ട് ചെയ്യുകയാണ് പേടിച്ചിട്ട്. ആ ഒരു സൗണ്ട് കേട്ടിട്ട് തന്നെ ഉറക്കത്തിലായിരുന്ന രാഹി നേരെ എണീറ്റ് വന്നിട്ട് നോക്കാനായിട്ട് വരികയാണ്. എന്തു പറ്റി, എന്തിനാ കിടന്ന് ഒച്ച വെച്ചത് എന്നുള്ള രാഹിയുടെ ചോദ്യത്തിന് ഹൻമണി പറയാണ്, അതായത് ദാമിയെ ശരിക്കും കൊന്നത് ഞാനാണ്. പക്ഷേ റാഹിക്കിത് ശരിയാണെന്ന് തോന്നുന്നില്ല. റാഹി ഇപ്പോഴും കരുതുന്നത് ആ ഒരു ഐലൻഡിൽ നടന്ന സംഭവങ്ങളുടെ ഷോക്ക് ഹൻമണിക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നാണ് കരുതുന്നത്. ആ ഒരു ഷോക്കിലായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് അവൾ കരുതുന്നത്. ആ സമയത്ത് ഹൻമണിയെ സമാധാനിപ്പിക്കാനായിട്ട് ഇത് നീ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, നീ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റതാണ്, പേടിക്കേണ്ട, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹൻമണി പിന്നെയും ഭയങ്കര ആ ഒരു ഷോക്കിൽ ദാമിയുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വന്ന് ദേഷ്യം വന്നിട്ട് ഹൻമണിയെ റാഹി വീട്ടിൽ നിന്ന് വെളിയിലിറക്കാണ്. ആ മഴയത്ത് ഹൻമണിയെ വലിച്ചെറിഞ്ഞിട്ട് റാഹി കുറച്ച് കാര്യങ്ങൾ പറയാണ്. നിനക്കറിയോ നിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ ഏജൻസിയിലേക്ക് സെലക്ട് ചെയ്തതെന്ന്? നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് നിന്നിൽ കാണാൻ സാധിച്ചത്. സ്വന്തം കാര്യം നടപ്പിലാക്കാനായിട്ട് ഏതറ്റം വരെ നിനക്ക് പോകാൻ സാധിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്. ഏത് കളിയും നീ കളിക്കും, എത്ര തരംതാഴ്ന്ന കളിയും നീ കളിക്കും സ്വന്തം കാര്യം കാണാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ സെലക്ട് ചെയ്തത്, മറ്റൊന്നും കൊണ്ടല്ല. പക്ഷേ എൻ്റെ ആ ഒരു നിഗമനങ്ങളെല്ലാം തന്നെ തെറ്റായിരുന്നു. നീ അങ്ങനെ ഒന്നുമല്ല, നീ ഭയങ്കര വലിയൊരു ഭീരുവാണ്. നിനക്ക് ധൈര്യം എന്ന് പറഞ്ഞ സാധനമില്ല. മോനെ ഈ സമയം ആ ഒരു ഹോട്ടൽ റൂമിൽ ജെജു ഐലൻഡിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ഹോട്ടൽ റൂമിൽ കിട്ടിയ ആ ഒരു മെസ്സേജിനെ പറ്റി റാഹിയുടെ അടുത്ത് പറയാണ്. ആരോ ഉണ്ട്, എൻ്റെ പാസ്റ്റിനെ പറ്റി അറിയാവുന്ന ആരോ ഉണ്ട്, എൻ്റെ കുഞ്ഞിനെ പറ്റി അറിയാവുന്ന ആരോ ഉണ്ട്. ആരോ ആണ് എനിക്ക് ആ ഒരു മെസ്സേജ് ആ ഒരു ഹോട്ടൽ റൂമിൽ വിട്ടിരുന്നത്. ആ ഒരു കുഞ്ഞിൻ്റെ കാര്യം കേട്ട ആ ഒരു സെക്കൻഡിൽ തന്നെ റാഹി ഹൻമണിയെ കിട്ട് അടിക്കുകയാണ്. നല്ല ദേഷ്യപ്പെട്ട് പറയാണ്, അങ്ങനെ ഒരു പാസ് നിനക്ക് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ, നീ എന്തിനാ വീണ്ടും വീണ്ടും ആ കുഞ്ഞിൻ്റെ കാര്യം എടുത്തിടുന്നത്? അങ്ങനെ ഒരു പാസ്റ്റ് നിനക്കില്ല. ഐലൻഡിൽ എന്തൊക്കെ സംഭവിച്ചോ അത് മൊത്തം ഡ്രഗ്സിൻ്റെ എഫക്റ്റിലായിരുന്നു, അല്ലാതെ ദാമിയുടെ ശാപം അത് ഇതെന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാ ഇല്ലാത്ത കാര്യങ്ങൾ വലിച്ചഴക്കാൻ നോക്കുന്നത്? മോനെ ഈ സമയം അവളൊരു സംശയം പ്രകടിപ്പിക്കുകയാണ്, അതായത് ഇനി എങ്ങാനും ദാമി ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. ഇത് കേൾക്കുമ്പോൾ റാഹി പിന്നെയും പറയാണ്, 5 വർഷമായി, അവൾ എന്തായാലും മരിച്ചിട്ടുണ്ടാവും, നീ ഇനി അവളുടെ പേര് പറയരുത്. അത് കേട്ട് മോനെ പറയാണ്, പക്ഷേ അവളുടെ അച്ഛൻ ആ മിസ്റ്റർ ലീ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അയാളെങ്ങാനും ഇനി പ്രതികാരം വീട്ടാൻ വന്നതാണെങ്കിലോ, നമ്മൾ എന്ത് ചെയ്യും? റാഹി പറയാണ്, മിസ്റ്റർ ലീക്ക് കിട്ടിയിരിക്കുന്നത് ഡെത്ത് സെൻറ്റൻസ് ആണ്, വധശിക്ഷ. അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല, അയാൾക്ക് ഒരിക്കലും അവിടെ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല, നീ അതോർത്ത് പേടിക്കരുത്. ഇത് എന്തൊക്കെ പറഞ്ഞിട്ട് മോനെക്കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ റാഹി പറയാണ്, നമ്മുടെ രണ്ടുപേരുടെയും ബന്ധം ഇവിടെ തീർന്നു, നീ തോൽവി സമ്മതിച്ചിട്ട് റിട്ടയർ ആയിട്ട് വീട്ടിൽ ഇരുന്നോ. റാഹി അതിനുശേഷം മോനയുടെ സംസാരിക്കാൻ കഴിയാത്ത അമ്മയെ കോൾ ചെയ്യുകയാണ്, വീഡിയോ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് മോനയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ വീണ്ടും ആ ഒരു പാവപ്പെട്ട കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് അവരോട് പറ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അവിടെ എറിഞ്ഞിട്ട് റാഹി തിരിച്ചു കയറി വീട്ടിലേക്ക് പോവാണ്. ഹൻമണി ഫോൺ എടുക്കുന്നുണ്ട്. അവളുടെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ സൈൻ ലാംഗ്വേജിൽ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അവളെ കണ്ട നല്ല അവശ നിലയിൽ തന്നെ ആയിരുന്നു, പക്ഷേ ഹൻമണി പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം മോനെ അവളുടെ സഹോദരന്മാരെ പറ്റി അന്വേഷിക്കുകയാണ്. അപ്പോൾ അവരുടെ അമ്മ പറയാണ്, അവർ റാഹിയുടെ കയ്യിൽ നിന്ന് വീണ്ടും പൈസ വാങ്ങിയിട്ടുണ്ട്. ഇതും കൂടെ കേട്ടിട്ട് മോനിക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. അതോടുകൂടി ഒരു കാര്യം അവൾ തീരുമാനിക്കുകയാണ്, ഇത് ദാമിയുടെ ശാപമാണോ അതോ വേറെ ആരെങ്കിലും പ്രതികാരം വീട്ടുന്നതാണോ എന്നൊന്നും എനിക്കറിയണ്ട, പക്ഷേ ഈ ഒരു യുദ്ധത്തിൽ ആര് സർവൈവ് ചെയ്യുന്നോ അവരാണ് വിന്നർ, അല്ലാതെ എന്നെ ആരും തോൽപ്പിക്കാൻ ആരും കരുതണ്ട, ഞാൻ സ്വയം തോക്കുന്നോടം വരെ ഞാൻ ഒരിക്കലും തോക്കില്ല. ഈ ഒരു സമയത്ത് മുകളിൽ റൂമിൽ വിൻഡോസിലൂടെ ഹൻമണിയെ നോക്കുന്ന റാഹിയെ നമുക്ക് കാണാം. അവളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്കറിയാം നിനക്കൊരിക്കലും ദാമിയെ കൊല്ലാനായിട്ട് സാധിക്കില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് മാത്യു ലീയാണ്. മാത്യു ലീ ആ ഒരു ടിക്കിറ്റക്ക ആപ്പിൽ ആ ഒരു ഐലൻഡിൽ നിന്ന് ജീവനോടെ തിരിച്ചു വന്ന ആ 7 പേരുടെ റീസെൻ്റ് ആയിട്ടുള്ള ചാറ്റ് പരിശോധിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് പെട്ടെന്ന് റാഹിയുടെ കോള് അയാൾക്ക് വരുന്നുണ്ട്. എന്നിട്ടും പുള്ളി അത് എടുക്കാതെ ഇഗ്നോർ ചെയ്യുകയാണ്, ഒരു ചെറിയ ചിരി ചിരിച്ചുകൊണ്ട്. പിന്നീട് ഹൻമണിയാണ് കാണിക്കുന്നത്. അവരിപ്പോൾ ഉണ്ടായിരുന്നത് റാഹിയുടെ കമ്പനിയിലായിരുന്നു. റാഹി ആ സമയത്ത് ഹൻമണിയുടെ ആ ഒരു 3 ഫ്രണ്ട്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഇവളുടെ മേക്കപ്പ് ഇങ്ങനെ ആയിരിക്കണം, അതായത് അവളെ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം സങ്കടമുള്ളൊരു കുട്ടിയായിട്ട് തോന്നണം. റാഹി അതിനുശേഷം ഹൻമണിയുടെ അടുത്ത് വന്ന് തന്നെ പറയുകയാണ്, നീ ഇനി അലേർട്ടായിരിക്കണം, നീ വീക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടുപേരുടെയും കാര്യം കട്ട പോകുകയാണ്, ആർക്കും ഒരു വിധത്തിലും ഒരു സംശയവും തോന്നാൻ ഇടവരുത്തരുത്. അങ്ങനെ പറഞ്ഞിട്ട് റാഹി അവിടുന്ന് പോവാണ്. പിന്നീട് ഹൻമണി ജിയയോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ജിയ ഇപ്പോൾ അവളുടെ ഫ്രണ്ട് മാത്രമായിരുന്നില്ല, ഒരു എംപ്ലോയറും കൂടിയായിരുന്നു ഹൻമണിയുടെ. അവരുടെ ആ സമയത്തെ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ഹൻമണി ഈ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളൊക്കെ സത്യത്തിൽ ജിയ എഴുതിയതായിരുന്നു. ഹൻമണി സ്വയം ലിറിക്സ് എഴുതിയതാണെന്ന് പറഞ്ഞ്
ബാക്കിയുള്ള ആൾക്കാരെ പറ്റിച്ചുകൊണ്ടാണ് അവൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും നാളും ജിയ ആയിരുന്നു അവൾക്ക് വേണ്ടി പാട്ടുകൾ എഴുതി കൊടുത്തുകൊണ്ടിരുന്നത്. ജിയ ഈ സമയം ഹനുമാനോട് അടുത്ത് പറയാണ്, ഇനി ഞാൻ നിനക്ക് വേണ്ടി പാട്ട് എഴുതില്ല, എനിക്കതിന് സാധിക്കില്ല. നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നിന്നെ ജീവിക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ല. എൻ്റെ പാട്ടുകൾ കൊണ്ട് ലോകത്തെ പറ്റിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഹനുമാനെ ഇത് കേട്ടിട്ട് ചോദിക്കുകയാണ്, എന്തു പറ്റി? ഞാൻ തരാമെന്ന് പറഞ്ഞ പൈസയൊക്കെ നിനക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടോ? ഇതുവരെ മേടിച്ചത് നിനക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്. ജിയ പറയാണ്, ഒരിക്കലും അല്ല, പൈസ കൊണ്ട് ഒരിക്കലും അല്ല ഞാനിങ്ങനെ പറയുന്നത്. ഈ ലോകം മുഴുവൻ നിന്നെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗറായിട്ടാണ് കാണുന്നത്. ഇനി അങ്ങോട്ട് അവരങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നീ സ്വന്തമായി പാട്ടുകൾ എഴുതി അവർക്ക് വേണ്ടി സമ്മാനിക്കണം. അല്ലാതെ ഞാനായിട്ട് നിനക്ക് പാട്ട് എഴുതി തന്ന ലോകത്തെ പറ്റിക്കാനായിട്ട് സമ്മതിക്കില്ല ഞാൻ. എൻ്റെ പാട്ടുകൾ കാരണമാണ് നിൻ്റെ 10 പാട്ടുകൾ ഹിറ്റായത്. അത് മുഴുവൻ എൻ്റെ പാട്ടല്ലായിരുന്നോ? പക്ഷേ ഇനി അത് സാധിക്കില്ല. ഈ സമയത്ത് ഹനുമാനി പറയാണ്, നീ എന്ത് മണ്ടത്തരമൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ 10 പാട്ടുകൾ ഹിറ്റായെന്നുണ്ടെങ്കിൽ അത് നിൻ്റെ പാട്ടായതുകൊണ്ടല്ല, പകരം അത് പാടിയത് ഹനുമാനി ആയതുകൊണ്ടാണ്. ജിയ എന്നിട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ കാര്യത്തിൽ ഒരു കുറ്റബോധം തോന്നുന്നില്ലേ? എൻ്റെ കാര്യം ആലോചിച്ചൊരു സങ്കടം തോന്നില്ലേ നിനക്ക്? മുന്നേ പറയാണ്, ഞാനെന്തിനു സങ്കടപ്പെടണം? നീ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടല്ലേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്? എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടല്ലേ നീ ഒരു അപ്പാർട്ട്മെൻറ്റ് വരെ വാങ്ങിയത്? അതിന് നന്ദിയെങ്കിലും നിനക്കുണ്ടോ? അതിനുശേഷം മോനി ജിയയുടെ ബാഗിൽ നിന്ന് ഒരു ബുക്ക് എടുത്തിട്ട് ചോദിക്കുകയാണ്, നീ എന്നോട് പറയാതെ സ്ക്രിപ്റ്റും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? എന്താ നിൻ്റെ ഉദ്ദേശം? അതിനുശേഷം ജിയെ വളരെ അധികം അപമാനിക്കാനും കൂടാതെ കളിയാക്കാനും ശ്രമിക്കുകയാണ് ഹനുമാനി. നിന്നെപ്പോലെ ഒരുത്തിക്ക് ഒരിക്കലും ഒരു ആക്ട്രസ് ആവാൻ പറ്റില്ലടി, നീ അതിനൊന്നും ശ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വളരെയധികം അപമാനിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഏതോ ഒരാളുടെ ഫ്യൂണറലിനായിട്ട് വന്നിരിക്കുന്ന ഹനുമാനിയാണ്. അവൾ അവിടെ ഇരുന്ന് വളരെയധികം സങ്കടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പം മരിച്ചു എന്ന് പറയുന്ന ഈ ആൾ ആ ഒരു ജിജു ഐലൻഡിലെ മരിച്ച ആൾ തന്നെയായിരുന്നു. ഹനുമാനി ആ ആൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവിടേക്ക് ആ ഒരാളുടെ റിലേറ്റീവ്സ് വന്നിട്ട് ഹനുമാനിക്കെതിരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നീ കാരണമാണ് അയാൾ മരിച്ചു പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹനുമാനിയെ വളരെയധികം കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. സത്യത്തിൽ ഇതെല്ലാം ഒരു നാടകമായിരുന്നു. സംഭവം ഈ ഒരു പ്ലാനേ ജിയയുടെ തന്നെയായിരുന്നു. ലോകത്തിൻ്റെ മുന്നിൽ മോനിയുടെ ഇമേജ് നഷ്ടപ്പെടാതിരിക്കാനായിട്ടായിരുന്നു അങ്ങനെ ഒരു ഐഡിയ അവൾ പറഞ്ഞിരുന്നത്. സത്യത്തിൽ അവിടെ വന്നിട്ടുള്ള എല്ലാവരും പെയ്ഡ് ആക്ടേഴ്സ് ആയിരുന്നു. അവിടെ നടന്ന ആ ഒരു ഡ്രാമയുടെ വീഡിയോയും ആൾക്കാരെടുത്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ വൈറലാവുകയാണ്. പിന്നീട് ദോഹ്യുക്കിനെയാണ് കാണിക്കുന്നത്. ദോഹ്യുക്കിനെ ആ ഒരു കഫേയിലേക്ക് റാഹി വിളിപ്പിച്ചിട്ടായിരുന്നു. പിന്നീട് ദോഹ്യുക്കിനെയാണ് കാണിക്കുന്നത്. റാഹി പറഞ്ഞിട്ടാണ് ദോഹ്യുക്ക് ആ ഒരു സ്ഥലത്ത് ആ ഒരു സമയത്ത് എത്തിയിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ തിക്കിത്തക്ക എന്ന ആപ്പിൻ്റെ ചെയർമാൻ പൊസിഷനിലേക്ക് ഒരാളെ ഓൾറെഡി തിരഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് മാത്യു ലീ പറഞ്ഞായിരുന്നല്ലോ. അയാളുടെ പേര് ഹൻസുൻ എന്നാണ്. അയാളെപ്പറ്റി അന്വേഷിച്ചിട്ട് വരാനായിട്ട് ഏൽപ്പിക്കാനായിട്ടായിരുന്നു റാഹി ദോഹ്യുക്കിനോട് വരാൻ പറഞ്ഞത്. പകരമായിട്ട് നല്ല രീതിയിൽ പൈസ ഓഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ദോഹ്യുക്ക് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിയയാണ്. അവൾ അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ മോനി പറഞ്ഞ ആ ഒരു വാക്കുകളെപ്പറ്റി ആലോചിക്കുകയാണ്. നിന്നെപ്പോലെ ഒരുത്തിക്ക് ഒരിക്കലും ഒരു ആക്ട്രസ് ആവാൻ സാധിക്കില്ല എന്നുള്ളത്. അതോർത്തപ്പോൾ അവൾക്ക് ചെറിയ സങ്കടമൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ ഫോണിൽ തിക്കിത്തക്ക ആപ്പിൽ അവൾക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് വരികയാണ്. അവളുടെ ഫാനാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു മെസ്സേജ് അയച്ചയാൾ പറഞ്ഞിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെസ്സേജ് അയച്ചിരുന്ന മറ്റാരും ആയിരുന്നില്ല, മാത്യു ലീ തന്നെയായിരുന്നു. പക്ഷേ മാത്യു ആണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ജിയയ്ക്ക് അറിയില്ലായിരുന്നു. മാത്യു പറയാണ്, നിൻ്റെ റൈറ്റിംഗ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാൻ നിൻ്റെ വലിയൊരു ഫാനാണെന്ന്. പിന്നീട് ആ ഒരു ജിജു ഐലൻഡിലെ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ നാം ഒരു പ്രസ് കോൺഫറൻസ് നടത്തി മീഡിയയൊക്കെ വിളിച്ചിട്ട് ആ ഒരു മാസ് കില്ലിങ്ങിനെ പറ്റി സംസാരിക്കുന്നതാണ്. ജിജു ഐലൻഡിൽ നടന്ന മരണങ്ങൾ 28 ആ ഒരു മരണങ്ങൾക്ക് കാരണം വേറെ ആരുമല്ല, യോങ്ജു എന്ന് പറയുന്ന ആളാണ്. അവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഡ്രഗ്സ് കലക്കി കൊടുത്തിട്ടായിരുന്നു ഈ ഒരു മാസ് കില്ലിങ്ങിന് ഏർപ്പെടുത്തിയിരുന്നത്. ആ ഒരു ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ആ 28 പേരും തമ്മിൽ തല്ലി മരിച്ചത്. ഈ സമയം റാഹി ഈ ഒരു പ്രസ് കോൺഫറൻസ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാമിനെ കണ്ടപ്പോൾ പെട്ടെന്ന് റാഹി ഒരു കാര്യം ആലോചിക്കുകയാണ്. ഇതേ നാമ് തന്നെയല്ലേ 5 വർഷം മുമ്പ് മിസ്റ്റർ ലീയുടെ കേസിലും ഇൻചാർജ് ആയിരുന്നത്? ഇത് ശരിക്കും ഒരു കോയിൻസിഡൻസ് ആണോ അല്ലയോ? പെട്ടെന്ന് അവൾ ജിൻമോയിനെ വിളിക്കുകയാണ്. റാഹി ചോദിക്കുകയാണ് മിസ്റ്റർ ലീയെ പറ്റി. അയാൾ ജയിലിൽ തന്നെ ഉണ്ടോ, ജയിലിലുള്ളത് അയാൾ തന്നെയാണോ എന്ന് ജിൻമോയോട് ചോദിക്കുകയാണ്. ജിൻമോ അതേന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം നീ ശരിക്കും നേരിട്ടൊന്ന് പോയി അന്വേഷിച്ച് നോക്ക്, എന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് റാഹി ജിൻമോയോട് പറയാണ്. പിന്നീട് റാഹി ജിൻമോയോട് ചോദിക്കുകയാണ്, യോങ്ജു ആയിരുന്നു ആ ഒരു സ്കാർലറ്റ് ലെറ്റർ തുടങ്ങിയെന്നുള്ള കാര്യം നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ? പക്ഷേ ജിൻമോ ശരിക്കും അത് സമ്മതിക്കുന്നില്ല. ജിൻമോയ്ക്ക് അറിയില്ലായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. ഇത് പച്ചക്കള്ളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ജിൻമോ പറഞ്ഞിട്ടായിരുന്നു യോങ്ജുവും ഡൂവും കൂടി ആ ഒരു സ്കാർലറ്റ് ലെറ്റർ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയത്. പക്ഷേ അതിപ്പം അവൻ റാഹിയുടെ അടുത്ത് പറയുന്നില്ല.
പിന്നീട് റാഹി പറഞ്ഞതുപോലെ തന്നെ മിസ്റ്റർ ലീ അവിടെ തന്നെ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് ജയിലിലേക്ക് വരുന്ന ജിൻമോയാണ് കാണിക്കുന്നത്. ജിൻമോ അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് മിസ്റ്റർ ബങ്ങിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ഗാർഡ്സ് ജിൻമോയെ അകത്തേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവിടുത്തെ ജയിൽ വാർഡൻസുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജിൻമോ നൈസായിട്ട് അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ മിസ്റ്റർ ബങ് ഇരിക്കുന്ന റൂമിലേക്ക് ജിൻമോ കയറുന്നുണ്ടെങ്കിലും അത് മിസ്റ്റർ ലീ അല്ല മിസ്റ്റർ ബങ് ആണെന്ന് മനസ്സിലാക്കാതിരിക്കാനായിട്ട് അദ്ദേഹം ഭ്രാന്തുള്ള രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. മുടിയൊക്കെ മുൻപിലേക്കിട്ട് മുഖം കാണാൻ പറ്റാത്ത രീതിയിൽ. ആ സമയത്ത് ചുറ്റും നിന്ന് ഗാർഡ്സ് പറയാണ്, ഇയാളുടെ മുഖം 5 വർഷത്തിന് മുമ്പ് പൊള്ളിപ്പോയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇയാൾക്കിപ്പോൾ സംസാരിക്കാൻ പോലും സാധിക്കില്ല. ജിൻമോ നേരം എന്നിട്ടും അടുത്തേക്ക് വന്നിട്ട് ഒരു മുടി എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ. DNA ടെസ്റ്റ് വഴി അത് മിസ്റ്റർ ലീ തന്നെയാണോ എന്ന് കൺഫേം ആക്കാനായിട്ട്. പക്ഷേ മിസ്റ്റർ ബങ് അതിനും കൂടി അവനെ സമ്മതിക്കാതെ അവൻ്റെ പുറത്തേക്ക് വരുന്ന വീഴാണ്, അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പേടിച്ചു പോയ ജിൻമോ പെട്ടെന്ന് തന്നെ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ തന്നെ ഒരു ഗാർഡ് അവിടുന്ന് കങ്ങിനെ വിളിച്ചിട്ട് മിസ്റ്റർ ലീയെ പറ്റി അറിയാനായിട്ട് ജിൻമോ ഇവിടേക്ക് വന്നിരുന്നു. പക്ഷേ ചെയർമാൻ അത് വളരെ ബുദ്ധിപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു എന്ന് പറയാണ്. ആ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ജിൻമോ നേരെ റാഹിയെ വിളിച്ചിട്ട് അത് മിസ്റ്റർ ലീ തന്നെയാണ്, പ്രത്യേകിച്ച് കൂടുതൽ കൺഫർമേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് എന്ന് തന്നെ പറയാണ്. പിന്നീട് ജിൻമോ തന്നെ കമ്പനിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് കമ്പനിയിൽ തൻ്റെ കസേരയിൽ ഇരിക്കുന്ന കങ്ങിനെയാണ് അവൻ കാണുന്നത്. വളരെയധികം ദേഷ്യപ്പെട്ടിട്ട് നീ എന്താ എൻ്റെ കമ്പനി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ജിൻമോ വഴക്കുണ്ടാക്കാനായിട്ട് ചെല്ലുകയാണ്. കങ്ങ് പറയാണ്, എത്രയും പെട്ടെന്ന് എൻ്റെ കമ്പനി ഞാൻ തിരിച്ചു പിടിക്കും, നീ ഇത് കുറിച്ചിട്ടോ, നീ ചെയ്ത എല്ലാ കാര്യത്തിനും നിനക്ക് തിരിച്ചടി കിട്ടും. ആ സമയത്ത് തൻ്റെ കയ്യിലെല്ലാം ഉള്ളത് മാതിരി ജിൻമോ ബിഹേവ് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് കങ്ങിൻ്റെ മറ്റുള്ള ഗാർഡ്സ്, കങ്ങിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗാർഡ്സ് എല്ലാവരും കൂടി അവിടെ ഒന്ന് ചുറ്റും വളയുകയാണ്. കങ്ങ് പോയതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം ജിൻമോ നല്ല രീതിയിൽ ആ ഒരു സീൻ കാരണം പേടിച്ചിട്ടുണ്ടായിരുന്നു. കങ്ങിൻ്റെ മുന്നിൽ അവനത് പ്രകടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കങ്ങ് പോയതിന് ശേഷം നമുക്ക് അവൻ്റെ മുഖത്ത് ആ ഒരു പേടി കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കങ്ങ് നേരെ മാത്യുവിനെ കാണാനായിട്ടാണ് ചെല്ലുന്നത്. മാത്യുവിൻ്റെ അടുത്ത് പറയാണ്, ഇത്തവണ തലനാരിഴയ്ക്കാണ് ചെയർമാൻ ബങ് രക്ഷപ്പെട്ടിരിക്കുന്നത്, ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്യു പറയാണ്, എത്രയും പെട്ടെന്ന് ചെയർമാൻ ബങ്ങിനെ അവിടെ നിന്ന് ഇറക്കണം, അദ്ദേഹത്തിൻ്റെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം. പിന്നീട് ബാക്കിയുള്ള ആ ഒരു സർവൈവേഴ്സിൻ്റെ കാര്യത്തെപ്പറ്റി അവർ ഡിസ്കസ് ചെയ്യുകയാണ്. കങ്ങ് പറയാണ്, അത് നമുക്ക് നാമിനെ ടാർഗറ്റ് ചെയ്യാം, കാരണം ഒരു റൂമറുണ്ട്, അതായത് നാമിനെ സോളിലെ പോലീസ് ഓഫീസറായിട്ട് പ്രൊമോഷൻ കൊടുക്കാനായിട്ട് ഇരിക്കുകയാണെന്നുള്ള കാര്യം. മാത്യു അതിനുശേഷം വേറെ 3 പേരുടെ കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഒരാൾ ഡിജിറ്റൽ ക്രൈം സെൻറ്ററിൻ്റെ ഡയറക്ടറായിരുന്നു, അയാൾ പോലീസിന് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് ഒരു ടാക്സി ഡ്രൈവർ, ഇതേ ടാക്സി ഡ്രൈവറായിരുന്നു ആ ഒരു സോളിലെ കൾച്ചറൽ ഇവൻറ്റിൽ 5 വർഷം മുമ്പ് മിസ്റ്റർ ലീ അതായത് മാത്യുവിനെ ആ ഒരു ഇവൻറ്റിലേക്ക് കൊണ്ടുവിട്ടത് ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസിലായിരുന്ന സമയത്ത്. പിന്നീട് ആ ഒരു വക്കീൽ ആ ഒരു ജയിലിൽ വന്നിട്ട് കള്ളം പറഞ്ഞിട്ട് മിസ്റ്റർ ലീയെ ജയിലിൽ നിന്ന് ഇറക്കിയ ആ ഒരു വക്കീൽ, ഇവർ 3 പേരും ദാമിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അവർ 3 പേരിലും 2 പേര് നേരത്തെ തന്നെ എബ്രോഡ് പോയി രക്ഷപ്പെട്ടിട്ടുണ്ട്, അവരുടെ കാര്യത്തിൽ ഒരു വിവരവും ഇല്ല. അവരതിനുശേഷം ഡീപ്പ് ഫേക്ക് ഹ്യൂമൻ ഇമേജ് കോമ്പോസിഷൻ എന്നൊരു ടെക്നോളജിയെ പറ്റി സംസാരിക്കുകയാണ്. സത്യത്തിൽ ആ ഒരു സോൾ കൾച്ചറൽ ഇവൻ്റ് സമയത്ത് ദാമിയുടെ ലൈവ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ പ്ലേ ആയ വീഡിയോ ഈ ഒരു ഡീപ്പ് ഫേക്ക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് എഡിറ്റ് ആക്കിയൊരു വീഡിയോ ആയിരുന്നു. അത്രയ്ക്ക് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നോക്കിയാൽ എഡിറ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർക്ക് 2 പേർക്കും അതാരാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു പിടി ഉണ്ടായിരുന്നില്ല. കീതാക്ക് അതിനുശേഷം തിക്കിത്തക്ക ആപ്പിൻ്റെ കുറച്ച് ഷെയർ മാത്യുവിനെ ഓഫർ ചെയ്യുകയാണ്. ആ ഒരു ജിജു ഐലൻഡിലുണ്ടായിരുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തതിന് മിസ്റ്റർ ലീക്ക് ഉണ്ടായിരുന്ന സമ്മാനമായിരുന്നു ആ ഒരു ഷെയർസ്. ഈ ഒരു ഓഫറിന് മാത്യു റിപ്ലൈ ചെയ്യുകയാണ്, എനിക്കൊരു ഓഫറിൻ്റെയും ആവശ്യമില്ല, എനിക്കൊരു ഷെയറിൻ്റെയും ആരുടെയും പണത്തിൻ്റെയും ആവശ്യമില്ല, ഞാനിതൊക്കെ ചെയ്യുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ മോൾക്ക് വേണ്ടി പ്രതികാരം വീട്ടാനായിട്ടാണ്, അല്ലാതെ പണത്തിന് വേണ്ടിയിട്ടല്ല. ഈ ഒരു സമയത്ത് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. മിസ്റ്റർ ലീയും കങ്ങും ഒരുമിച്ച് ജയിലിലുണ്ടായിരുന്ന സമയത്തായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആ ഒരു ആപ്പ് അങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ജയിലിലിരുന്നുകൊണ്ട് മിസ്റ്റർ ലീ ചെയ്തുകൊണ്ടിരുന്നത്. കീതാക്ക് അതിനുശേഷം പറയാണ്, ആര് എന്തൊക്കെ പറഞ്ഞാലും തിക്കിത്താക്ക ശരിക്കും നിൻ്റെ ബുദ്ധിയാണ്, നീ തന്നെയാണ് ഇതിൻ്റെ ഒരു ക്രിയേറ്റർ, നിൻ്റെ ബുദ്ധിയിൽ ഓടുന്ന ഈ ഒരു ആപ്പിന് പൈസ തന്നത് ചെയർമാൻ ബങ് ആണെന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ വെറും ഒരു ഹെൽപ്പറാണ്, ഇതെല്ലാം ശരിക്കും നിൻ്റേതാണ്. ഇതൊക്കെ കേട്ടതിന് ശേഷം മാത്യു പറയാണ്, ഞാൻ ആ ഒരു മോൺസ്റ്ററിന് വേണ്ടിയിട്ടാണ് അലയുന്നത്, ഏതോ മൂലയിൽ പോയിരുന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവന് വേണ്ടിയിട്ടാണ് ഇനി എൻ്റെ തിരച്ചിൽ. പിന്നീട് ജയിലിലെ സീനാണ് കാണിക്കുന്നത്. മിസ്റ്റർ ബങ്ങിനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ മാനേജർ എത്തിയിട്ടുണ്ടായിരുന്നു. മാനേജറിനോട് മിസ്റ്റർ ബങ് പറയാണ്, മിസ്റ്റർ ലീയോട് നമ്മളെ കേട് കാര്യം പറയാനായിട്ട് സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയത്ത് മാനേജർ പറയാണ്, പക്ഷേ
ആയിട്ട് ഡീൽ ചെയ്യാനും മാത്രമുള്ള പവർ നമുക്കിതുവരെ ആയിട്ടില്ല. അത്രയ്ക്കും പവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യുദ്ധത്തിന് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തോറ്റുപോകും. പിന്നീട് ഹൻമോനെയാണ് കാണിക്കുന്നത്. അവൾ സോങ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റുഡിയോയിലിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാട്ടിന് ശേഷം എല്ലാവരും അവളെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം പാട്ട് പാടുക മാത്രമല്ല, പാട്ട് എഴുതുകയും അത് കമ്പോസ് ചെയ്യുകയും അതിന് ട്യൂൺ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ശരിക്കും നല്ല കഴിവാണ് ഹൻമോനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വളരെ പ്രശംസിക്കുകയാണ് അവളെ. കൂട്ടത്തിലിരുന്ന് റാഹിയും അവളെ പ്രശംസിക്കുന്നുണ്ട്. റാഹിയുടെ എക്സ്പ്രഷനൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോങ് കോപ്പി അടിച്ചതാണ്, ജിയയുടെ സോങ്ങാണ് ഇതൊക്കെ എന്നുള്ള കാര്യം റാഹിക്കും അറിവുണ്ടായിരിക്കില്ല. മോനെ അതിനുശേഷം ഒരു കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യാനായിട്ട് അവളുടെ ടീമിൻ്റെ കൂടെ അവിടേക്ക് എത്തുകയാണ്. അവിടെ എത്തിയതിന് ശേഷം അവൾ മനസ്സിലാക്കുകയാണ് ജിയ ഈ ഒരു കോമ്പറ്റീഷനിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം. ജിയ അന്നത്തെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാതിരിക്കാനായിട്ട് ഹൻമോനിക്ക് പിറ്റേ ദിവസം ഇടേണ്ട ഒരു ഡ്രസ്സ് പോയി കളക്ട് ചെയ്തുകൊണ്ട് വരാനായിട്ട് ജിയനെ ഏൽപ്പിക്കുകയാണ്. ആ ഒരു ഡ്രസ്സ് കളക്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അവരിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിൽ ഒരുപാട് ദൂരെയായിരുന്നു. മനഃപൂർവ്വം തന്നെയാണ് ഹൻമോനെ ആ ഒരു ടാസ്ക് ജിയയെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ മോനെ ഓർഡർ ഇട്ടതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സ് എടുക്കാനായിട്ട് ജിയ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ ഒരു തിക്കിത്തക്ക ആപ്പിൽ മാത്യുവിൻ്റെ മെസ്സേജ്, അതായത് ജിയ അവളുടെ ഫാൻ എന്ന് കരുതുന്ന ആ ആളുടെ മെസ്സേജ് വന്നിരുന്നത്. ഓഡിഷന് വേണ്ടി ഓൾ ദി ബെസ്റ്റ് പറയാനുണ്ടായിരുന്നു ആ ഒരു മെസ്സേജ്. ജിയ ആ സമയം എനിക്ക് ഒരു ഓഡിഷന് പോകാൻ സാധിക്കില്ല എന്ന് പറയാണ്. മാത്യു പറയാണ്, അവളെ എൻകറേജ് ചെയ്തുകൊണ്ട് തന്നെ പറയാണ്, നീ ആർക്ക് വേണ്ടിയും തോറ്റു കൊടുക്കരുത്, നിൻ്റെ പാഷനാണ് പാട്ടെന്നുള്ള കാര്യം, നീ ഒരിക്കലും അത് വിട്ട് കളയരുത്. അങ്ങനെ പറഞ്ഞിട്ട് അവളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. പിന്നീട് ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സ്റ്റേജാണ് കാണിക്കുന്നത്. ആ ഒരു ജഡ്ജസിൻ്റെ കൂടെ മോനെ ഇരിപ്പുണ്ട്. ബാക്കിയുള്ള ജഡ്ജസൊക്കെ മോനിയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് എതിരായിട്ട് വരാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞങ്ങളിവിടെ തിരക്കുന്നത്. നിനക്ക് പാടാനും സാധിക്കും, പാട്ടൊക്കെ എഴുതാനും സാധിക്കും, അഭിനയിക്കുകയും ചെയ്യും, എന്തൊരു കഴിവാ. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഈ ഒരു സ്റ്റേജിൽ നിന്ന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നൊക്കെ ആ ജഡ്ജസ് പറയുകയാണ്. മോനെ ഇതൊക്കെ കേട്ടിട്ട് മനസ്സുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു കണ്ടസ്റ്റൻറ്റിനെ വിളി വന്നതിന് ശേഷം അവിടേക്ക് വരുന്നത് ജിയയാണ്.